ഞാനേ നിങ്ങളെ ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയതല്ല. എനിക്കറിയാം ക്ലീറ്റോ എന്താ വരാത്തെന്ന്. നിങ്ങളുടെ നടുവല്ല കാലും അല്ല പ്രശ്നം. അറിയാം. എന്ത് മറ്റേ പാർട്ടിക്കാരനാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വരാത്തത്? അങ്ങനെയാണോ നീ വിചാരിച്ച? എനിക്ക് അങ്ങനെ അങ്ങനെ കൂട്ടിക്കോ, അതുകൊണ്ടാ വരാത്ത. അങ്ങനെ ഇരിക്കട്ടെ, നീ ഒന്ന് ഇറങ്ങി. ഞാൻ തിരുമ്മി തരാം. നീ ഒന്ന് ഇറങ്ങി പോയി തന്നാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമാവും. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണില്ല. അപ്പൊ പാർട്ടി ഓഫീസിലും പോണില്ലേ? എങ്ങും പോണില്ല ഞാൻ. അടവ് അത്രയ്ക്കൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ. ജോമനെ അതൊക്കെ അവിടെ എത്തിച്ചല്ലോ ജോമോനെ. നിങ്ങളൊക്കെ എന്ത് പാർട്ടി നേതാവാണ്? അവിടെ ധാരാളം നോട്ടീസും സംഭവങ്ങളും ഒക്കെ 2 ദിവസം മുന്നേ തന്നെ അവിടെ കൊണ്ടുവന്നല്ലോ. കിട്ടിയില്ലേ? അല്ല അത് ഒന്നുകൂടെ ജോമ. ബാറിൽ പെഗ്ഗിനെ ചൊല്ലി സംഘർഷം. അതുകൊള്ളാലോ. ബാറിൽ വർക്കല. കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. എൻ്റെ വെച്ചമ്പിയ നീ ആ കാട്ടാക്കര പാർട്ടി ഓഫീസിൽ കുറച്ച് നോട്ടീസ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ അന്ന് മീറ്റിങ്ങിന് ഏറ്റാ. എപ്പോ നിങ്ങൾ വലിയ ആവശ്യത്തോടെ നോട്ടീസ് എടുത്തോണ്ടാ എന്ത് ചെയ്യടാ? അതെ, അന്ന് മറ്റേ ഇതല്ലായിരുന്നോ ഫിനാലെ ഫുട്ബോളിന്റെ? ഒരു കാര്യം ഏറ്റാ അത് ചെയ്യാൻ പഠിക്കണം കേട്ടാ. പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, അത് കൊണ്ട് എത്തിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് കൊടുക്കാം. കൊണ്ട് കൊടുക്കാം. എപ്പോൾ കൊണ്ട് കൊടുക്കും? ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഇറങ്ങാം. ഇച്ചിരി കഴിയുമ്പോൾ അത് ഒരു നോട്ടീസിന് 1 രൂപ വെച്ച് തരാമെന്ന് അവിടെ ആരോ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കിട്ടിയതുമില്ല. ആദ്യം കൊണ്ട് കൊടുക്ക്. 4 വഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ ഒന്ന് കൊടുക്കാം. കാപ്പി കുടിച്ചിട്ട് പോയി കൊടുക്കാം. ഇവിടെ പോണു ഇപ്പൊ. എന്തോ പറ്റിയെന്ന് പറഞ്ഞു. പറ്റിയെങ്കിൽ നീ എന്തൊരു ചികിത്സിക്കുവോ? അല്ല ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പറ്റിയെന്ന് ചോദിച്ചല്ലോ. ചൂടാവണ എന്തിനാ? പറ്റിയത് കാലിന് ചെറിയൊരു വേദന, ഒന്ന് ചെറുതായിട്ടൊന്ന് തന്നെ. നടുവെന്നല്ലേ പറഞ്ഞു എന്നോട്. കാലിന്റെ മേളിലാണല്ലോ നടുവുള്ളത്. നടുവും കാലും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതാ. അപ്പൊ അത് ചെറിയ മൊത്തത്തിലൊരു ചെറിയൊരു ഇത് വന്ന് ഹോസ്പിറ്റലിൽ പോയാ എന്നിട്ട് കുഴപ്പമില്ല. അത് എണ്ണയ്ക്കിടുമ്പോൾ മാറും. നീ എന്തിനാ ചിരിക്കുന്നത്? ഒരാൾക്ക് വയ്യാന്ന് പറയുമ്പോ ചിരിക്കുകയാണോ ചെയ്യേണ്ടത്? കനക, ഒരാൾ വീണതാണ് ഏട്ടന് ഇത്ര ചിരിക്കാൻ മാത്രം ഉള്ളത്. ഏട്ടൻ എന്താ കാര്യം എന്നറിയാമോ? ഇത് ഞാൻ കാര്യം അറിഞ്ഞിട്ടാ പറയുന്നത്. 3-4 ദിവസമായിട്ട് കൊടിമരത്തിന്റെ പേരിൽ ജംഗ്ഷനിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുക. 2-3 പാർട്ടിക്കാർ തമ്മിൽ. അതിന്റെ ഭാഗം ഇരുട്ടടി കിടക്കുന്നുണ്ട്. അതിൽ കിട്ടിയ ഒരു ഇടിയുടെ ഭാഗമാണ് നിൽക്കുന്നത്. ആരെ ഇടിച്ചെന്നട എന്തോന്ന് പറയുന്നത്? 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല. നീ വിളമ്പി കഴിഞ്ഞാ? ഇനി ഒരു സത്യം പറയട്ടാ, ഞാൻ ആ വീഴ്ചയുടെ 2 ദിവസം വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാണ്. നീ എന്നെ അങ്ങനെ അങ്ങ് ചിത്രീകരിക്കണമെങ്കിൽ ഞാൻ ഇനി വെളിക്കിറങ്ങാം. പുറത്തിറങ്ങി നടക്കാം. നീ മര്യാദക്ക് പരാതി എന്തിന്? ഞാൻ എന്തിനു പരാതി പറഞ്ഞു? എന്നെ ആരും ഒന്നും ചെയ്തു. വെളിയിറങ്ങാൻ അടിച്ച് പിരിക്കുന്നതിന് അടിക്കാഞ്ഞ് വരട്ടെ. കൊള്ളാം. എങ്ങും പോവണ്ട. എന്തോന്ന് തങ്ക നീ ചുമ്മാരി. ഇവ എന്തായി പറയണത്? ചമ്പിക്ക് ഇത്ര അടി ഇട്ടിട്ട് ഒരു പേടിയില്ലേ? അമ്മാർ പിന്നെ അടിക്കും. ആർക്ക് പേടി? പേടി എന്ന് പറയുന്നത് ഞങ്ങളെ DDTയുടെ നിഘണ്ടുവിലില്ല കേട്ടാ. പിന്നെ അടിക്ക് തിരിച്ചടി അത് ഞങ്ങളുടെ നിഘണ്ടുവിലുണ്ട്. എന്നെ വന്ന് ഇങ്ങനെ ഒന്ന് ഞോണ്ടിട്ട് പോയി. അടിക്കാൻ വന്നവരോട് ചോദിച്ചു നോക്ക്. വേഷം ഞാൻ കൊടുത്തിട്ടോ.